In each pair of question ആണ് കേട്ടോ. In each pair of triangle below find the pairs of matching angles and write them down. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ട്രയാങ്കിൾസ് താഴെയുള്ള ഈ ഓരോ പെയർ ട്രയാങ്കിൾ നോക്കുക, അതിന്റെ മാച്ചിങ് ആംഗിൾസ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ABC ട്രയാങ്കിൾ ABC ആണ്. ഇവിടെ എന്താണ് ട്രയാങ്കിൾ PQR ആണ് അല്ലെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിന്റെ ഓരോ ആംഗിളും കണ്ടുപിടിക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആംഗിൾ A = 40 ആണ് അല്ലെ. ഇവിടെയോ ആംഗിൾ Q ആണ് 40. അപ്പൊ 3 സെന്റിമീറ്ററിന്റെയും 7 സെന്റിമീറ്ററിന്റെയും ഇടയിലായിട്ടാണ് എന്ത് വരുന്നത്? ഈ 40 ഡിഗ്രി വരുന്നത് അല്ലെ. അതേപോലെ തന്നെ 3 സെന്റിമീറ്ററിന്റെയും 7 സെന്റിമീറ്റർ ഇടയിലുള്ളത് എന്താണ്? 40. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആംഗിൾ A = ആംഗിൾ Q എന്ന് എഴുതാം. ഇനി നമുക്ക് വേറെ മെത്തേഡ് എന്താണ്? അടുത്ത B നമുക്ക് എങ്ങനെ കാണാൻ നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ആംഗിൾ B കാണാം? ആംഗിൾ B എങ്ങനെ കാണും? ആംഗിൾ B കാണുന്നത് ടീച്ചർ 2 മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഒന്നെങ്കിൽ എന്താക്കുക, ഈ എന്താണ് നമുക്ക് തരാത്ത സൈഡും അതുപോലെ തന്ന സൈഡും ഉള്ളതാണ് ഇവിടെ, ഇതിന്റെ ഇടയിലുള്ളതാണ് B എന്നുള്ളത് അല്ലെ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ അങ്ങനെ നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ B എന്ന് പറഞ്ഞ ആംഗിളിന്റെ ഓപ്പോസിറ്റിലുള്ള സൈഡ് നോക്കുക. എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്? 7 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ 7 സെന്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഏതാണ്? ആംഗിൾ B ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ 7 സെന്റിമീറ്റർ നോക്കുക. 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ R അല്ലെ. കണ്ടോ? ആംഗിൾ R. അപ്പൊ ആംഗിൾ B = എന്താണ്? ആംഗിൾ R അല്ലെ. ആംഗിൾ B = ആംഗിൾ R. കാരണം എന്താണ്? ഇത് ഓപ്പോസിറ്റ് സൈഡിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ് അല്ലെ. ദെൻ അടുത്തത് എന്താണ്? ഇനി C ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പൊ C കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഈ സൈഡ് അല്ലെ. ഈ സൈഡ് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്ത്? ആംഗിൾ C. അങ്ങനെ ആകുമ്പോൾ ഇതിൽ നോക്കുക, 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഇത് അല്ലെ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഏതാണ്? ആംഗിൾ P അല്ലെ. അപ്പൊ ആംഗിൾ C = എന്താണ്? ആംഗിൾ P ആണ് അല്ലെ. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ നോക്കാം. അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം. ആ ചിത്രം വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR ആർ ഈക്വൽ, 2 sides ആൻഡ് an angle അല്ലെ. പിന്നെ ആംഗിൾ B = ആംഗിൾ R. എന്താ കാരണം? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഇൻ ഈക്വൽ ട്രയാങ്കിൾ അല്ലെ. പിന്നെ ആംഗിൾ C = ആംഗിൾ P ആണ് അല്ലെ. ആംഗിൾ C = ആംഗിൾ P ആണ്. എന്താ കാരണം? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഇൻ ഈക്വൽ ട്രയാങ്കിൾ. ഓക്കെ. ദെൻ എന്താണ്? ആംഗിൾ A = ആംഗിൾ Q ആണ്. കാരണം എന്താ? തന്നിരിക്കുന്നു അല്ലെ. ഇത്രയേ ഉള്ളത് അല്ലെ. ഇനി അടുത്ത് എന്താന്ന് നോക്കാം നമുക്ക്. എന്താണ്? ഈ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. നോക്കൂ, ട്രയാങ്കിൾ LMN ആൻഡ് ട്രയാങ്കിൾ XYZ. ഈ 2 ട്രയാങ്കിൾ അല്ലെ. ഇനി ബാക്കിയുള്ള ആംഗിൾസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ആംഗിൾ Lന് ഈക്വൽ ആയിട്ട് ഏതാണ്? ഇവിടെ Z അല്ലെ. അതായത് 4 സെന്റിമീറ്ററിനും 6 സെന്റിമീറ്ററിനും ഇടയിൽ കൂട്ടിമുട്ടുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ L. അതുപോലെ തന്നെ ഇവിടെ 4 സെന്റിമീറ്ററിനും 6 സെന്റിമീറ്ററിനും ഇടയിൽ കൂട്ടിമുട്ടുന്നത് എന്താണ്? ആംഗിൾ Z ആണ് അല്ലെ. അപ്പൊ ആംഗിൾ L = ആംഗിൾ Z എന്ന് എഴുതാം. പിന്നെ അടുത്ത ഏതാണ്? M ആണ് കേട്ടോ. ആംഗിൾ M എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? 4 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 4 സെന്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് എന്ത്? M എന്ന് പറയുന്നത്. അതേപോലെ ഈ XYZ നോക്കാം. 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഏതാണ്? ഇത് അല്ലെ, Y ആണ് അല്ലെ. അപ്പൊ M-ന് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ആംഗിൾ M = ആംഗിൾ Y അല്ലെ. ദെൻ പിന്നെ ഏതാണ് അടുത്തത്? നമുക്ക് N ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ N ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ N ഇങ്ങനെ കാണുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? 6 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ 6 സെന്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്ത്? ആംഗിൾ N എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമ്മൾ സൈഡ് നോക്കുക. 6 സെന്റിമീറ്റർ ഇത് അല്ലെ. 6 സെന്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ഇതാ ആംഗിൾ X അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് പറയാ? ആംഗിൾ N = ആംഗിൾ X. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാം അല്ലെ. അതിന് നോക്കൂ, എങ്ങനെയാണ്? ട്രയാങ്കിൾ LMN ട്രയാങ്കിൾ XYZ ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലെ. പിന്നെ ആംഗിൾ L = ആംഗിൾ എന്താണ്? Z. അത് തന്നിരിക്കുന്നത് അല്ലെ, ഗിവൺ തന്നതാണ്. പിന്നെ ആംഗിൾ N = ആംഗിൾ X അല്ലെ. ആംഗിൾ N = എന്താണ്? ആംഗിൾ X ആണ് അല്ലെ. എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ അല്ലെ. ദെൻ ആംഗിൾ M = ഏതാണ്? ആംഗിൾ Y അല്ലെ. അപ്പൊ എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ. മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
എന്താണ് ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഇൻ ദ ഫിഗർ ബിലോ AC and BE ആർ പാരലൽ ലൈൻസ്. എന്താണ് താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ എന്താണ് ACയും BEയും ഇതാ AC എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ, AC എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതാ കാണിച്ചു തരാം. ഇതാ AC എന്ന് പറഞ്ഞാൽ ഈ ഇതും പിന്നെ എന്താണ് BE എന്ന് പറഞ്ഞാൽ ഇതും എന്താണ് പാരലൽ ലൈൻസ് ആണ് അല്ലെ. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലെ, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടൂല അല്ലെ. അപ്പൊ ACയും BEയും പാരലൽ ലൈൻസ് ആണ്. ആർ ദ ലെങ്ത് ഓഫ് BC and DE ഈക്വൽ. എന്താണ് BCയും അതായത് BC എന്ന് പറഞ്ഞാൽ ഇതും പിന്നെ DE എന്ന് പറഞ്ഞാൽ ഇതും എന്താണ് ഈക്വൽ ആണോന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ലെങ്ത് ഈക്വൽ ആണോന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ എന്തുകൊണ്ട്? പിന്നെ ആർ BC and DE പാരലൽ. വൈ BCയും DEയും പാരലൽ ആണെന്നോ ചോദിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് അതിന്റെ ലെങ്ത് ഈക്വൽ ആണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താണ് ഈ ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ BDE എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിലും രണ്ട് സൈഡ്സ് ഈക്വൽ അല്ലേ. ഇവിടെ 4 സെന്റിമീറ്റർ ആണ് AB അല്ലെ, അതുപോലെ ഇത് 6 സെന്റിമീറ്റർ ആണ് അല്ലെ. അതേപോലെ തന്നെ BD 4 സെന്റിമീറ്റർ ആണ്, BE 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്താ അറിയാ, രണ്ട് സൈഡ്സും ഈക്വലും അതുപോലെ ഒരു ആംഗിള് ഈക്വൽ ആണെങ്കിൽ എന്താണ് ബാക്കിയൊക്കെ ഈക്വൽ ആയിരിക്കും നമുക്കറിയാം അല്ലെ. സൈഡ്സും ആംഗിൾസും ഒക്കെ ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. അപ്പൊ നമുക്ക് രണ്ട് സൈഡ്സ് ഈക്വൽ ആന്ന് പറഞ്ഞ് ഇനി ഒരു ആംഗിൾ എങ്കിലും ഈക്വൽ ആവണം അല്ലെ. അപ്പൊ ഒരു ആംഗിൾ ഈക്വൽ ആണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കും, ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, എന്താണ് ACയും BEയും പാരലൽ ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ACയും BEയും പാരലൽ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോ നമുക്ക് അറിയാം എന്ത് ഇത് രണ്ടും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് രണ്ട് ലൈന്, അതായത് രണ്ട് ലൈന് പാരലൽ ആണെങ്കിൽ അതിനെ ഇന്റർസെക്ട് ചെയ്യുന്ന വേറെ ലൈൻ ഉണ്ടെങ്കിൽ ഈ ആംഗിൾസ് എന്തായിരിക്കും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലേ, ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ 7ാം ക്ലാസ്സിൽ. അപ്പൊ ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ മൂന്നാമത്തെ സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ എന്താണ് BCയും DEയും എന്താണ് ഈക്വൽ ആണ് അല്ലെ. ഇനി ഇവിടെ അടുത്ത് ചോദിക്കുന്നത് എന്താ, BCയും DEയും പാരലൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. വൈ? അപ്പൊ BC എന്ന് പറഞ്ഞാൽ ഇതും DEയും പാരലൽ ആണ് അല്ലെ. അപ്പൊ എന്താ നമുക്ക് വിവരിച്ചു തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നമുക്ക് എന്താക്കുക, അതാ ഇങ്ങനെ എഴുതാം അല്ലെ. കൺസിഡർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ BDE അല്ലെ. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ BDയും കൺസിഡർ ചെയ്യാണ് അല്ലെ. അതിന് AC ഈക്വൽ ടു BE നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, ഗിവൺ ആണ്, തന്നതാണ്. പിന്നെയോ AB ഈക്വൽ ടു BDയും തന്നതാണ് അല്ലെ. ഇനിയോ ആംഗിൾ CAB എന്ന് പറഞ്ഞ ഈ ആംഗിളും പിന്നെയോ ആംഗിൾ EBD എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പൊ ഈക്വൽ ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇഫ് ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദം ദ തേർഡ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഓൾസോ ഈക്വൽ അല്ലെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാ, therefore BC ഈക്വൽ ടു DE എന്ന് പറയാം. മനസ്സിലായല്ലോ, ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കിയത് ഈ ആംഗിൾ എയും ആംഗിൾ EBDയും ഈക്വൽ ആയത്. മനസ്സിലായല്ലോ. അപ്പം ഇത് കറസ്പോണ്ടിങ് ആംഗിൾ ആയത് കൊണ്ടാണ് കേട്ടോ. ദെൻ അടുത്തത് എന്താണ്, അടുത്ത ചോദ്യം അതിൽ വന്നിരിക്കുന്നത് BC പാരലൽ ടു DE ആണോ എന്ന് ചോദിച്ചു അല്ലെ. അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അപ്പൊ നമ്മൾ BC പാരലൽ ടു DE ആണോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്. വൈ എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ആംഗിൾ BDE എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും എന്താണ് ഈക്വൽ ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. എങ്ങനെയാണിത്? ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾ ആർ ഓൾസോ ഈക്വൽ അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് പറയാത് എങ്ങനെയാണ്, അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. സിൻസ് എന്താണ് ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ BDE എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. അത് അവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് ഇവിടെ ഇത് പാരലൽ ആയിട്ട് ഇന്റർസെക്ട് ചെയ്തത് എന്താണ്, ഇത് എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾ ആണ് അല്ലെ. അതായത് ആംഗിൾ CADയും അതുപോലെ EBEDയും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുപോലെ ഇപ്പുറത്തുള്ള ഇതും എന്തായിരിക്കും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. EBAയും അതുപോലെ CAAയും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. അതെ, അതുകൊണ്ടാണ് ഇതാ ഇവിടെ എന്താണ് EBDയും അതുപോലെ CBAയും ആംഗിൾസ് രണ്ടും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, therefore AC and DE ആർ പാരലൽ എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഈസ് ACBD ഇൻ ദ ഫിഗർ പാരലോഗ്രാം?
എ പാരലോഗ്രാം ബൈ ഇതെന്താണ് ഈ ACBD എന്ന് പറഞ്ഞ ഈ ഫിഗർ പാരലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ഒരു ആംഗിൾ 35 അല്ലെ, അതുപോലെ ഇവിടെയും 35 തന്നിട്ടുണ്ട്. ഇത് 6 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് ഇതെന്താ ഇവിടെ നമുക്ക് ഒരു സൈഡ് 2 സൈഡ് തന്നിട്ടുണ്ട് അല്ലെ, 2 സൈഡും പിന്നെ അതുപോലെ ആംഗിളും ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ 2 സൈഡ് ഇത് ബേസ് സെയിം ആയിട്ടാണ് തന്നില്ലേ, അതും പിന്നെ ഒരു ആംഗിളും തന്നിട്ടുണ്ട്, അത് സെയിം ആണ് അല്ലെ. അപ്പൊ ഇത് പാരലോഗ്രാം ആണോന്ന് ചോദിച്ചു. അപ്പൊ പാരലോഗ്രാം ആണല്ലേ, വൈ എന്തുകൊണ്ടും ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാന്നുള്ളത്. അതെ നമുക്ക് ഇങ്ങനെ ചിത്രം വരയ്ക്കാം അല്ലേ. എന്നിട്ട് അതേ ചിത്രം വരച്ചതിന് ശേഷം കൺസിഡർ ട്രയാങ്കിൾ ACB എന്ന് പറഞ്ഞതും അതുപോലെ ട്രയാങ്കിൾ ADB എന്ന് പറഞ്ഞ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. അപ്പൊ AC = BD ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, ACയും BD നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ AB = AB ഇതിൽ കോമൺ ആണ്, രണ്ടും എന്താണ് കോമൺ ആണ്, ബോത്ത് ട്രയാങ്കിളിലും കോമൺ ആണ്. ഇനി ട്രയാങ്കിൾ ACB ആൻഡ് ട്രയാങ്കിൾ ADB ആർ ഈക്വൽ. എന്താണ് AD = BC അല്ലെ, AD = BC എന്താ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ട്രയാങ്കിൾസ് ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെ. അപ്പൊ എന്താണ് അത് നമുക്ക് അറിയുന്ന സംഭവം, ഒന്ന് പഠിച്ച സംഭവമാണ് അല്ലെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്താണ് നോക്ക് ആംഗിൾ CAB അല്ലെ, ആംഗിൾ CAB = എന്താണ് ആംഗിൾ DBA = 35 ഡിഗ്രി ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. AD = BC ആണ് നമുക്ക് അറിയാം അല്ലെ, AD = BC ആണ് നമുക്ക് എന്താ അറിയാം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് AD = BC അല്ലെ. ഇനി AD പാരലൽ ടു BC ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ, AD പാരലൽ ടു BC ആണോ നോക്കണം. അപ്പം എന്താണ് AC പാരലൽ ടു BD, എന്താണ് AC ഇത് അവിടെ അല്ലെ, AC പാരലൽ ടു എന്താണ് BD, അത് നമുക്ക് അറിയുന്ന സംഭവമാണ് അല്ലെ. അപ്പൊ എന്താണ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം, AC പാരലൽ ടു BD ആണോ ആദ്യം എന്താണ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എന്താക്കുക, ആംഗിൾ CAB = ആംഗിൾ DBA = എന്താ 35 ഡിഗ്രി. ചിത്രത്തിൽ നോക്കൂ CAB അല്ലെ, CABയും അതുപോലെ എന്താണ് DBAയും എന്താണ് 35 ഡിഗ്രി ആണ് അല്ലെ. സോ എന്താണ് ആംഗിൾ CAB ആൻഡ് ആംഗിൾ DBA ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഫോംഡ് ബൈ ദ ലൈൻ AB ബൈ കട്ടിംഗ് ദ ലൈൻസ് AC ആൻഡ് BD. Therefore AC പാരലൽ ടു എന്താണ് BD അല്ലെ. ഇനി എന്താണ് ആംഗിൾ CBA = ആംഗിൾ DAB, അത് ഈക്വൽ ആണ് അല്ലെ. CBA ഏതാണ് CBAയും അതുപോലെ എന്താണ് DABയും അല്ലെ. ഈ ആംഗിളും എന്താണ് ഈക്വൽ ആണ്, എന്താണ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാംഗിൾസ് അല്ലെ. സോ എന്താണ് ആംഗിൾ CBA ആൻഡ് ആംഗിൾ DAB ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഫോംഡ് ബൈ ദ ലൈൻ AB ബൈ കട്ട് ദ ലൈൻസ് AD ആൻഡ് BC. Therefore എന്താണ് AD പാരലൽ ടു BC അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ലാസ്റ്റ് എങ്ങനെ എഴുതാ, നിങ്ങൾ എഴുതുക കേട്ടോ. എന്താണ് AD = എന്താണ് ലാസ്റ്റ് നമ്മൾക്ക് എങ്ങനെ എഴുതാ, സിൻസ് കൂടെ എഴുതുക കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. സിൻസ് BC = AC = BD കോമ ആൻഡ് പിന്നെന്താണ് BD = AD. BD = AC പറഞ്ഞു, പിന്നെന്താണ് BC = AD അല്ലെ. BC = AD, പിന്നെന്താണ് AC പാരലൽ ടു BD ആൻഡ് AD parallel to BC. Therefore, given quadrilateral ABCD is a parallelogram. Okay, teacher only parnera. Since AC equal to BD, BC equal to AD, AC parallel to BD and AD parallel to BC. Therefore, given quadrilateral ACBD is a parallelogram. Okay, അങ്ങനെ എഴുതുക കേട്ടോ. ഇനി നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? In the figure below, M is the midpoint of the line AB. Compute the other two angles of triangle ABC. എന്താണ് തന്നിരിക്കുന്ന ഫിഗർ? അതിൽ M എന്താണ് മിഡ് പോയിന്റ് ഓഫ് ലൈൻ AB. ABന്റെ മിഡ് ലൈൻ എന്താ മിഡ് പോയിന്റ് ആണ് M അല്ലെ. കമ്പ്യൂട്ട് ദ അതർ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. എന്താണ് കമ്പ്യൂട്ട് ചെയ്യുക? എന്ത് ബാക്കിയുള്ള ടു ആംഗിൾസ് ട്രയാങ്കിൾ ABCന്റെ ബാക്കിയുള്ള ആംഗിൾസ് എന്താന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ നോക്കിയേ, ഇവിടെ M അല്ലെ, M എന്താ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ഭാഗം M 90 ഡിഗ്രി ആണെങ്കിൽ
ഇത് എന്താ 90 ഡിഗ്രി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇനി നമുക്ക് എന്താണ് ഈ ഭാഗം കണ്ടുപിടിക്കണം അല്ലേ. അതുപോലെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം, അതുപോലെ ഈ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക, ഇവിടെ നമുക്ക് എന്താണ് ആംഗിൾ എ തന്നിട്ടുണ്ട് 50 ഡിഗ്രി അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് ആംഗിൾ എ 50 ഡിഗ്രി ആകുമ്പോൾ എന്താണ് ഇവിടെ ബി എന്തായിരിക്കും, ഇവിടെ 50 ഡിഗ്രി ആണ് കേട്ടോ, ഇവിടെ 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 50 ഡിഗ്രി. ഇനി എന്താണ് ഈ ആംഗിൾ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ആംഗിൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഇവിടെ 50 ആണ്, ഇവിടെ 90 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ട്രയാങ്കിളിന്റെ മൊത്തം ആംഗിൾസും കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 180 ഡിഗ്രി ആണ് നമുക്ക് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മൊത്തം ആംഗിൾ എന്താണ് കൂട്ടിയാൽ 180. അങ്ങനെ 50 + 90 എത്രയാണ് 140 അല്ലെ. അപ്പൊ 180 എന്താണ് ഇത് രണ്ടും കൂടി കൂട്ടിയത് അങ്ങോട്ട് എന്താ കുറച്ചാൽ മതി അല്ലെ. അപ്പൊ 180 - 50 + 90 140 അല്ലെ. അപ്പൊ 180 - 140 എത്രയാണ് 40 ഡിഗ്രി അല്ലെ. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും 40 ഡിഗ്രിന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 40 ഡിഗ്രിന്ന് കിട്ടി. അപ്പൊ എന്താണ് ഇവിടെ അങ്ങനെ തന്നെ അല്ലെ. ഇവിടെ എന്താണ് 50 ഡിഗ്രി ആണ്, ഇവിടെ എന്താണ് 90 ഡിഗ്രി. അങ്ങനെ ആകുമ്പോൾ ഇത് എന്താണ് 180 ഇത് രണ്ടും കൂടി കൂട്ടിയ കുറച്ചാൽ പോരെ അല്ലെ. അപ്പം 180 - 140 എത്രയാണ് 40 ഡിഗ്രി അല്ലെ. അപ്പൊ ഇത് 40 ഡിഗ്രിന്ന് കിട്ടിയില്ലേ. കിട്ടിയാ ഇത് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ അത് എഴുതാൻ നോക്കാം നമുക്ക്. അപ്പൊ എന്താണ് നമുക്ക് എല്ലാ ആംഗിൾസിനും എന്താണ് ട്രയാങ്കിൾ എ ബി സിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ഇത് ആംഗിൾ എ 50 ഡിഗ്രി, ആംഗിൾ ബിയും 50 ഡിഗ്രി, ആംഗിൾ സി എന്തായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് 40 ഇവിടുന്ന് ഇങ്ങോട്ട് 40 ആണ് അല്ലെ. അപ്പൊ 80 ഡിഗ്രി, ആംഗിൾ സി = 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത എന്താണ് ക്വസ്റ്റ്യന് 5